വീട്ടിൽ ഇത്ര നാളും ഏത്തപ്പഴം വാങ്ങിയിട്ട് ഈ ഒരു ഐഡിയ എന്തേ അറിയാതെ പോയെന്ന് ഇത് കണ്ടാൽ നിങ്ങൾ ചിന്തിക്കും. ഏത്തപ്പഴം കൊണ്ട് ഇന്നൊരു പായസമാണ് തയ്യാറാക്കുന്നത്. എല്ലാ പായസം പോലെയല്ല കേട്ടോ ഏത്തപ്പഴ പായസം, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഞാൻ കട്ട് ചെയ്ത ഈ ഒരു രീതിയിൽ വേണം പായസത്തിനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു പായസത്തിൻ്റെ രുചി കൂട്ടുന്ന സീക്രട്ട് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പോൾ നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് നെയ്യ് വീത്തുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെച്ചോളൂ. ബാക്കിയുള്ള നെയ്യിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ഒന്ന് ചേർത്തോളൂ. ഏത്തപ്പഴം നല്ല ചെറിയ കഷ്ണങ്ങളാക്കാൻ പ്രത്യേകം വിട്ടുപോകരുത് കേട്ടോ. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പായസത്തിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലുള്ള പഴമാണ് എടുക്കേണ്ടത്. ഞാനിവിടെ അധികം പഴുക്കാത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളോട് കൂടിയൊരു പായസമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി പഴം ഉടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഴുത്ത പഴം പ്രിഫർ ചെയ്യുക. പഴം ഒന്ന് നെയ്യിൽ നന്നായിട്ട് മൂത്ത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരടുപ്പിൽ ശർക്കര പാനിക്കായി വയ്ക്കാവുന്നതാണ്. 300 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ പാനിയാക്കാനായി വയ്ക്കുന്നത്. നല്ല മധുരമുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ ശർക്കരയുടെ അളവ് 200 ഗ്രാം ആക്കുക. അതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി വീഴ്ത്തി ശർക്കര പാനി തയ്യാറാക്കാവുന്നതാണ്. ശർക്കര ഇപ്പോൾ ഏകദേശം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ നമ്മുടെ ശർക്കര പാനി തയ്യാറായി കഴിഞ്ഞു. ശർക്കരയെല്ലാം നന്നായി മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ശർക്കര പാനി അരിച്ചെടുത്ത ശേഷം പഴത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്ന് പഴം നന്നായിട്ടൊന്ന് കുറച്ചുകൂടി വെന്ത് നന്നായിട്ട് ശർക്കര അതിനുള്ളിലേക്ക് പിടിക്കട്ടെ. ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിൽ ഏലക്കയുടെ കുരു മാത്രം ഫ്ലേവറിനായി ഒന്ന് ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെ കളറിനനുസരിച്ചും അളവിനനുസരിച്ചുമാണ് നമ്മുടെ പായസത്തിൻ്റെ നിറം. ഞാനിവിടെ കൂടുതൽ ശർക്കര ചേർത്തത് കൊണ്ടാണ് നല്ല കളർഫുള്ളായിട്ട് തോന്നുന്നത്. മധുരം കുറച്ച് ചേർക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു ലൈറ്റ് കളറായിരിക്കും. ശർക്കരയും നന്നായിട്ടൊന്ന് ഉരുകി വന്ന് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു പായസത്തിന് ടേസ്റ്റ് കൂട്ടുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ചേർക്കാം. വലിയ ഒരു അരമുറി തേങ്ങയുടെ 1/4 പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മറ്റു പായസങ്ങൾ തയ്യാറാക്കുന്നത് പോലെ 2/4 പാലും 3/4 പാലുമൊന്നും ഈ ഒരു പായസത്തിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ചവ്വരിയും വേവിച്ച് ഈ ഒരു പായസത്തിൽ ചേർക്കേണ്ടതില്ല. ആകെ ചേർക്കുന്നത് നല്ല കട്ടിയുള്ള 1/4 പാലാണ്. ഇനി ഈ 1/4 പാലും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കുറച്ച് നേരം സാവധാനം ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അവ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു നുള്ളു ഉപ്പ് കൂടി എല്ലാം ബാലൻസ് ആവുന്നതിനായിട്ട് ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി പറയുകയാണ് കൂട്ടുകാരെ, നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ കുറച്ചുകൂടി ഉടച്ചെടുത്ത രീതിയിൽ ഈ ഒരു പായസം തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം പായസത്തിന് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇനി സൺഡേ സ്പെഷ്യലായിട്ട് ഈ ഒരു പായസം കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമല്ലോ. ഈ ഒരു പായസത്തിന് ലാസ്റ്റായിട്ടൊരു ടിപ്പ് എന്താണെന്നറിയാമോ? ഈ ഒരു പായസം നല്ല മധുരമുള്ള പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് പപ്പടം കൂട്ടി വേണം ഈ ഒരു പായസം കഴിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നല്ല കടും പായസത്തിൻ്റെ ടെക്സ്ചറിലാണ് ഈ ഒരു പായസം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പപ്പടം കൂടി ചേർത്താണ് ഈ ഒരു പായസം കുടിക്കേണ്ടത്. ഈ ഒരു സിമ്പിൾ പായസം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.